presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni, KSFE, Bhima Jewellers and Pankaj Kasturi Ortho Hair. ഉഷാറല്ലേ? പൊളിയല്ലേ? നമുക്കൊന്ന് വാമപ്പ് ചെയ്യാം അല്ലേ? വാമപ്പ് എന്തായാലും വേണം. എന്തായാലും എല്ലാവരും ഭയങ്കര ചിരിച്ച് ഭയങ്കര ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക അനീഷേട്ടാ. അപ്പൊ എനിക്ക് കണ്ടപ്പോ തോന്നിയേ ഇവരെ ചിരി കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ, ആ സന്തോഷം ഒന്ന് കൂട്ടാൻ, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഈ ഒന്ന് ഉഷാറാവാൻ. പറഞ്ഞു വരുന്നത് മറ്റാരോ വരുന്നുണ്ട്, അടുക്കള കാണാൻ ആരോ വരുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണ ഈ അനുകരണമാണ് കല എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഓരോ കലയും അങ്ങനെയാണല്ലോ. പക്ഷേ നോർമലി നമ്മൾ മിമിക്രി ചെയ്യുന്ന സമയത്ത് ഒരാളെ അനുകരിക്കുക, ഭാവത്തിലും രൂപത്തിലും ശബ്ദത്തിലൊക്കെ അനുകരിക്കുന്നത് ഒരു കലയാണ്, നമുക്കറിയാം. അത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. പക്ഷേ നമ്മളെപ്പോഴും വ്യത്യാസമായി ആരെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടാറുള്ളത്. വ്യത്യസ്തമായിട്ട് സാധാരണ മിമിക്രി ചെയ്യുന്ന കൂടുതലും എപ്പോഴും ആൺകുട്ടികളാണ്, ആണുങ്ങളാണ്. നമ്മളൊക്കെ ഞാനും ഒക്കെ യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു മിമിക്രി. അങ്ങനെ ധാരാളം ഇപ്പോൾ കലാഭവൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം തന്നെ അതിൻ്റെ പേരിലുണ്ട്. അതിലൂടെ ഒരുപാട് സിനിമാ താരങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ടായി. ഇന്നും മിമിക്രി എന്ന കല കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അക്കൂട്ടത്തിലാണ് സാധാരണ പെൺകുട്ടികൾ അങ്ങനെ ആ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഒന്നോ എന്തേ പ്രസീത ഉണ്ടായിരുന്നു, പ്രസീത മിമിക്രി ചെയ്തിരുന്നു. സിനിമയിലൊക്കെ വളരെ വിരളമായിട്ടാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനൊരു സ്ഥാനം നേടുന്ന ഒരു ഡോക്ടർ മിമിക്രി എന്ന് പറയുന്ന ഡോക്ടർ അഖില. അഖിലയെ ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെരി ഗുഡ്. പ്ലീസ് വെൽക്കം അഖില. അഖില വെൽക്കം. താങ്ക് യു. അഖില, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഡോക്ടർ മിമിക്രി എന്നാണ് ഇട്ടിരിക്കുന്നത്. ഡോക്ടർ മിമിക്രി അതെന്താ മിമിക്രിയിലെ ഡോക്ടറേറ്റ് അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. അല്ല, ഞാനൊരു ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ കണ്ണൂരായിരുന്നു വർക്ക് ചെയ്തത്, ഇപ്പോ ലീവിലാണ്. ഈ ഡോക്ടർ അഖില എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ മലയാളികൾ പെട്ടെന്ന് വിചാരിക്കാൻ അല്ല മിമിക്രി, ഡോക്ടർ മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചാനലുകളിലൂടെ അഖിലയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആറ്റിംഗ് ആണോ വീട് എന്ന് പറയുന്ന ഒരു ഡയലോഗ്, അത് ആസിഫ് അലി സോൾട്ട് ആൻഡ് പെപ്പറിൽ പറയുന്ന ഒരു ഡയലോഗാണ് ഏറ്റവും കൂടുതൽ അഖിലയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഞാനും അതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലല്ലേ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ചെയ്യും, പിന്നെ നന്നായി പാട്ട് പാടും, മെയിൽ സിംഗറുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഒരു അത്ഭുതം തോന്നിയത്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പലർക്കും ഇപ്പോൾ നമ്മുടെ വേദിയിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം ഡോക്ടർ അഖിലയുടെ ഓരോ പെർഫോമൻസ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലായിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫാനാട്ടോ അഖില. ഏറ്റവും ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഏത് വോയിസ് ആണ്? എന്നാ നമുക്ക് ഒരു വോയിസ് കേൾക്കാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. ഞാൻ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി എനിക്ക് തരണം. ഓക്കെ, താങ്ക് യു. ആർട്ടിക്കലാണോ വീട്? അതെ, ഭാസ്കരേട്ടനും മുളപ്പൊലി തന്നെയുണ്ട്. ഐ ടോൾഡ് യു we were in Bangalore, so close. Coffee? Alla, coffee. No thanks. നിങ്ങളൊക്കെ വേറെ കാര്യം ശ്രദ്ധിച്ചോ? അഖില വരികയെന്ന് കേട്ടപ്പോ ഇതുവരെ ഇവിടെ വരാത്ത എല്ലാ ഗസ്റ്റിനെക്കാളും അനീഷേട്ടൻ ഒരു പൊടിക്ക് അല്ലേ അറിയോ? നേരത്തെ പരിചയമുണ്ടോ സാർ? എനിക്ക് ഡബിങ്ങിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സോൺ സാറാണ് എനിക്ക്. സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ എനിക്ക് ഡബ് ചെയ്യാനുള്ള ഒരു ചാൻസ് സാറായിട്ടാണ് എനിക്ക് തന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഡബിങ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ. അതായത് അഖിലയുടെ പെർഫോമൻസ് വളരെ ഞാൻ അടുത്ത ദിവസം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ വോയിസ് അഖില പെർഫോമൻസ് കണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അഖിലയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ അഖില പറഞ്ഞു എനിക്ക് ഞങ്ങളുടെ നാടാണ് നെടുമങ്ങാടിനടുത്താണ്, ഞാൻ ചിറങ്കൽ. അപ്പോൾ അഖില പറഞ്ഞു എനിക്ക് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയൊരു ഷോർട്ട് ഫിലിം വരാനുണ്ട്,
ഡിസൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നായികയ്ക്ക് ഒരു ശബ്ദം കൊടുക്കേണ്ട ഒരു സമയമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അഖില വന്ന് മനോഹരമായിട്ട്, വളരെ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുകയില്ല, മനോഹരമായിട്ട് ഡബ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയാണ് വലിയ സന്തോഷം. അപ്പോൾ അഖില ഇവിടെ വരാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും അഭിമാനമാണ്. അതെ, സന്തോഷം. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ലക്ഷ്മി നക്ഷത്രയുടെ വോയിസ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരും കാണാൻ നല്ല രസല്ലേ? എന്റെ മേക്കപ്പ് എങ്ങനെയാ നിങ്ങക്ക് തോന്നണേ? എങ്ങനെയാ തോന്നണേ നിങ്ങക്ക്? എനിക്ക് ഇതിവിടെ വന്നിരുന്നിട്ട് എല്ലാരും കാണാൻ നല്ല രസമല്ലാത്ത തോന്നേ. എനിക്കിപ്പോ എന്റെ മേക്കപ്പ് എല്ലാരും നല്ല രസം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സന്തോഷാവും കേട്ടോ. ഇനി നമുക്ക് അഖിലയുടെ ഒരു പാട്ട് കേട്ടാലോ? പാട്ട് ഇമിറ്റേറ്റ് ചെയ്തോണ്ടോ? അത് ആദ്യം ഒരു നോർമൽ പാട്ട്. നോർമൽ അഖിലയുടെ വോയിസിൽ ഞങ്ങൾക്ക് ഒരു ആദ്യം ഒരു പാട്ട്. ആക്ച്വലി നോർമൽ പാട്ട് ഞാനിങ്ങനെ വിചാരിച്ചില്ല പാടാൻ. ശരി, എന്താ വിചാരിച്ചേക്കുന്നത് അത് പാടും. ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് പാടാം. ഓക്കെ. ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിന്റെ ഒരു പാട്ട്. വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദം പാട്ട്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചേനത്തും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ടി മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇനി ആരെ ശബ്ദം? മിക്കവാറും പേരുടെ ശബ്ദമൊക്കെ അനുകരിക്കും. ഫീമെയിൽ വോയിസ് കുറെ പറയുമല്ലോ, ആരുടെയൊക്കെയാ? രഞ്ജിനി ഹരിദാസ് മാം. യെസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് സംസാരിക്കുന്നത്. എന്തായാലും ചേച്ചി പറഞ്ഞില്ലേ, ബിനേച്ചിന്റെ ഒക്കെ പണ്ട് ഒരുപാട് സീരിയൽസ് എല്ലാം കണ്ട് ഞാൻ വലിയൊരു ഫാനാണ്. പിന്നെ ഇഷ്ടമല്ലേ? അവിടെ വന്ന് പറഞ്ഞു ചന്ദ്രബാനു അവാർഡ്, ഒരു ചന്ദ്രബാനു അവാർഡ് കിട്ടിയ അവാർഡ് കളിയാക്കരുത്. കളിയാക്കിയതല്ല, ആ അറക്കല് മാറ്റാൻ വേണ്ടിട്ടൊരു അവാർഡുകൾ വാരിക്കൂട്ടിയ അങ്ങനെ തുടങ്ങിക്കോളാം. ഈ അടുത്ത് തന്നെ ചന്ദ്രബാനു അവാർഡ് കിട്ടിയ സോറി. ആദ്യത്തെ ചന്ദ്രബാനു അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ്, വൺസ് ഇൻ എ ലൈഫ് ടൈം. ആൻഡ് യെസ്, നാദിരയുടെ കട കണ്ടുവന്റെ ഒക്കെ ഒരു ഫാനാണ് ഞാൻ. തഗിന്റെ ഒക്കെ ഒരു ഫാനാണ് ഞാൻ. ആൻഡ് വിഷ്ണു ഖൽനായക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് യമുന ചേച്ചി, ചേച്ചിയുടെ വയറ് കാണാനാണല്ലോ പണ്ട് ദിലീപേട്ടൻ വന്നത് ചേച്ചിയുടെ വീട്ടില്, അല്ലേ? ഓക്കെ. ആൻഡ് ദീപൻ ചേട്ടനെ നേരിട്ട് കാണാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് പറ്റിയത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അല്ല, ഞാനാണല്ലോ ഇങ്ങോട്ട് വന്നതല്ലേ? ഓക്കെ, താങ്ക് യു. ആൻഡ് നിങ്ങളെ രണ്ടുപേരും ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ചാറ്റ്സ് ഒക്കെ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. താങ്ക് യു. സൂപ്പർ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni, KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. ഭാവനയുടെ ശബ്ദം. ചോദിക്കാൻ ഈ ഭാവനയുടെ ശബ്ദം പറയുമ്പോഴേ എല്ലാവരും കണ്ണടച്ചിരിക്കണേ. അപ്പൊ കറക്റ്റ്. ഒരു ഡിസ്ക്ലൈമർ പറയാം. ഞാൻ ഈ ഒരു ഡയലോഗാണ് കുറേ നാളുകളായിട്ട് ഇങ്ങനെ കൊണ്ട് ഓടിക്കുന്നത്. എന്നാലും ഒരു റിഫ്ലെക്സ് ആയിട്ട് എനിക്ക് ഭാവന എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. ആ, ശരി. Close your eyes. Close your eyes.
ടേക്ക് എ ഡീപ് ബ്രെത്ത്. പറഞ്ഞോടാ. ആസിഫിനെ പറ്റി പറയുമ്പോ ആസിഫിനെ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുപാട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും ചലച്ചിത്ര നടി ഭാവനയ്ക്ക് ഏത് ഭക്ഷണം ഇഷ്ടാന്ന് ചോദിച്ചാ ഞാൻ പറയുന്നത് മരിച്ചിനി ചാളക്കൂട്ടാനും ആണെന്ന്. അത് മിക്കവാറും സെറ്റിൽ വരുമ്പോ ഒക്കെ ഞാൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അല്ലേ? അപ്പൊ കുറച്ചുകൂടി ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതാ ഇത്തരം ഇമിറ്റേഷൻ. പിന്നെ നോർമലി നമ്മൾ സാധാരണ മിമിക്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈക്ക് അല്ലാത്ത മൈക്കിലാണ് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി, കുറച്ചുകൂടി വോയിസിനൊക്കെ കുറച്ചുകൂടി ഒക്കെ ഒരു ഇതുണ്ടാവും, ഒരു സൗണ്ട് എഫക്ട്സിന് കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ടാവും നമുക്ക്. ഇതിപ്പോ നോർമലി ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ്. എന്നാൽ പോലും അല്ല, ഡോക്ടറാണെന്ന് അറിഞ്ഞു, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, സിംഗർ ആണെന്ന് പറഞ്ഞു. ഇതല്ലാതെ ഇല്ല, ഡാൻസ് ചെയ്യില്ല. വേറെ എന്താണ്? ഇനിയിപ്പോ അഖില ഒരു വൺ വിമൻ ഷോ. അതെ അതെ, വൺ വിമൻ ഷോ എന്ന് പറഞ്ഞിട്ടൊരു 35 to 1 hour. അത് നമ്മുടെ പ്രോഗ്രാം ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഞാനൊരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ, ലോഞ്ച് ചെയ്തായിരുന്നു ട്രിവാൻഡ്രം നെയ്യാർ ഫെസ്റ്റില്. ഞാനത് ലോഞ്ച് ചെയ്തായിരുന്നു, വൺ വിമൻ ഷോ. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഷോ ഇവിടെ കാണാൻ പറ്റും. ജാസിയുടെ ശബ്ദത്തിൽ പാട്ട് പാടും. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കന പേരി വന്നു, കണ്ണിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലാണി പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാറായി മാറി മാറി. ആന വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അഖിലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു ആസിഫിന്റെ ശബ്ദം എടുക്കാൻ, ഒരാൾ പറഞ്ഞു രഞ്ജിനി ഹരിദാസിന്റെ ശബ്ദം എടുക്കാൻ, ഒരാൾ ലക്ഷ്മി നക്ഷത്ര കാര്യം പറഞ്ഞു. അപ്പൊ നവീൻ എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ നവീൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നവീൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലല്ല, അപ്പൊ അവിടെ നിന്ന് പ്രൊഡ്യൂസർ ഇങ്ങനെ അപ്പൊ ആ ശബ്ദം നന്നായിട്ട് അഖിൽ അംഗീകരിക്കുന്നതാണ്. ഉടനെ നവീൻ കിട്ടിന്ന് ആന, ആനയെന്നല്ല അഹാന, അഹാന എന്നാ പറഞ്ഞത്. മറ്റേ സിനിമയല്ലേ പേര് കിട്ടി. ശരി, അഹാനയുടെ ശബ്ദം വിവാദമായ അഹാന. എല്ലാരും ഒന്ന് സൈലന്റ് ആയാൽ അഹാനയുടെ ശബ്ദം കേൾക്കാം. ആനയുടെ അല്ല, ആനയുടെ ഞങ്ങൾ ഇവിടെ അനുകരിക്കും. അത് ആക്ച്വലി ഞാൻ അവരുടെ കൃഷ്ണ ഫാമിലിയിലെ 4 സിസ്റ്റേഴ്സിന്റെയും സൗണ്ടാണ് ഇമിറ്റേറ്റ് ചെയ്തത്. അല്ല, ഏറ്റവും മോശമായിട്ട് വന്നതാണ് അഹാന. അപ്പൊ 4 പേര് അനുകരിക്കും. അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ളത് അതിൽ ദിയാ കൃഷ്ണന്റെ വോയിസ് ആണ്. അപ്പൊ ഞാൻ ദിയാ കൃഷ്ണന്റെ അപ്പൊ എന്റെ ഈ വീട്ടിനെ പറ്റി പറയുമ്പോ നമുക്ക് 4 പേർക്കും ഈ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. അപ്പൊ നമ്മൾ ഈ മറ്റേ റംബൂട്ടാന്റെ ഒക്കെ സീസൺ ആവുന്ന സമയത്ത് നമ്മളപ്പോ എന്റെ വീട്ടിൽ എല്ലാവരോടും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഈ റംബൂട്ടാനെല്ലാം പറിച്ചിട്ട് നമുക്ക് റംബൂട്ടാൻ വെച്ചൊരു പായസം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷേ അത് ഇഷാനിക്കും അവർക്ക് ഇഷ്ടമല്ല അത്. അപ്പം ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു പായസം ഉണ്ടാക്കി എൻ്റെ കൊച്ചിന് കൊടുത്ത് എൻ്റെ കൊച്ചിനെ കൂടെ ഒരു പായസ കൊതിനാക്കുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കൊച്ചത് കുടിക്കാറായിട്ടില്ല, അതുകൊണ്ട് ഞാൻ സേഫ് ആണ് എന്തായാലും. എനിക്കൊരു അപേക്ഷയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് എന്നോടെങ്കിലും പറയുക, അല്ലെ അപ്സരയോട് പറയുക. ദയവ് ചെയ്ത് അവിടെ നിന്ന് അഭിനയിച്ച് കാണിച്ചാൽ എന്റെ നവീൻ അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അവൻ അങ്ങനെയാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. കോഡ് ഭാഷ പറഞ്ഞ എനിക്ക് അവനാകെ കണ്ണുരുട്ടി കാണിക്കാൻ നടക്കാനൊക്കെ എന്റെ കുട്ടിക്ക് പ്രാപ്തി ഇല്ല. ദയവ് ചെയ്ത് വിടൂ. ഒരു പാട്ട്, അല്ലാത്തൊരു പാട്ട് പാടിയാലോ? അല്ലാത്ത പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി
അലസമലസമായി അരികിലൊഴുകി നാം ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. അത് ദിവ്യ ചേച്ചി കുറെ നേരമായിട്ട് ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നു. ഞാൻ ചോദിക്കാഴ്ച ഒന്നുമല്ല, ഞാൻ മോളുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എനിക്ക് ആസിഫ് അലിനെയാണ് എനിക്ക് കൂടുതൽ എന്നെ എന്താണ് അങ്ങോട്ടേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇതിനിടയിലൊരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു. എന്തോ അമ്മയ്ക്കൊക്കെ എന്തോ ഈ മിമിക്രി ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ അമ്മ കൂടുതൽ എന്താ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല, എന്തൊക്കെയൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലേ മോള്? അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നല്ല, നമുക്ക് ഈ മിമിക്രി എന്ന് പറയുന്നത് ഈ മെയിൽ അവരുടെ ഒരു അവരാണ് കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു സോഷ്യൽ സ്റ്റിഗ്മ അതുണ്ടല്ലോ. അപ്പൊ എന്റെ അമ്മയും വിചാരിച്ചിരിക്കുന്നത് ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാൻ അതിലോട്ട് ഇറങ്ങുന്ന വലിയ താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് സ്കൂളിലെല്ലാം വെച്ചിട്ട് മത്സരത്തിന് പോകുമ്പോൾ ഞാൻ മോണോ ആക്ട് എന്നാണ് പറയാറ്, മിമിക്രി ഇത് ഞാൻ പറയാറില്ലായിരുന്നു. കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടിലാണ് ശരിക്കും ഞാൻ അഭിജിത്ത് ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ മാറിയിട്ടില്ല. അത് നമ്മുടെ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് എപ്പോ വന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത് എങ്ങനെ എവിടുന്നാണ് സ്റ്റാർട്ടിങ്? അത് ഞാൻ 6th സ്റ്റാൻഡേർഡ് തൊട്ടേ ഇങ്ങനെ ആരും തിരഞ്ഞെടുക്കാത്തൊരു മേഖല എന്നുള്ള അങ്ങനെയല്ല. ആക്ച്വലി നമ്മുടെ ഓരോ ഹൗസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് ടീമില് ഇപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നൊക്കെ സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് പോയിന്റ് കിട്ടണം, അതിന് വേണ്ടിട്ട് ആരും ചെയ്യാത്ത എല്ലാം കയറി ചെയ്യുമായിരുന്നു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അഖിലയ്ക്ക് 10th എല്ലാത്തിനും A+ ആയിരുന്നു. +2 ഫുൾ മാർക്കായിരുന്നു. 1200-ൽ 1200 മാർക്ക്. അല്ല എന്നെ പോലെ തന്നെ നവീൻ 8 മാർക്കിന്റെ 8 അല്ല 8 മാർക്കിന്റെ 8 മാർക്കേ ഉള്ളായിരുന്നു. 8 മാർക്കിന്റെ ഒരു നിറമില്ലായിരുന്നു. അതിനാണ് ചന്ദ്രബാനു ഇനി നമുക്ക് സാധാരണ ഈ ആൺകുട്ടികൾ തന്നെ ചെയ്യുന്ന ബീറ്റ് ബോക്സ് എന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഈ ശബ്ദം ഒരേ സമയം തന്നെ ഒന്നിലധികം ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യും. ഫസ്റ്റ് ഗോപൻ സാറിന്റെ വോയിസിൽ നിന്ന് ഒരു ബീറ്റ് ബോക്സിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസത്തിൽ അടിഞ്ഞുകൂടിയ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. ഇതല്ലാതെ നോർമലി ചെയ്യുന്നുണ്ടല്ലോ ബീറ്റ് ബോക്സ് എല്ലാം. ബീറ്റ് ബോക്സ് അല്ലാതെ ചെയ്യുന്നുണ്ടോ? അത് മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ അല്ല, എന്നാലും നമുക്ക് ആസ്വദിക്കാൻ തയ്യാറാണ് നമ്മൾ. ഇത് തരും. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni, KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. 3, 2, 1, beat it. വേറെ ലെവൽ. സൂപ്പർ. ശ്വാസകോശം ഇതിലൊന്ന് കേൾക്കാം. അതാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും.
നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. നമ്മുടെ ശിവാംഗിയുടെ വോയിസ് എടുക്കാൻ അറിയോ? ആ ശിവാംഗി. എല്ലാ മലയാളി മക്കൾക്കും വണക്കം. ഇനിവിടെ എല്ലാരും ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് ഞാൻ കുക്ക് വിത്ത് കോമാളിയില് കുക്കിംഗ് ചെയ്ത കാര്യം ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് എല്ലാരെയും കാണുമ്പോ നല്ല സന്തോഷം. എന്നോട് അമ്മ പറയും ഈ ചെറിയ കമ്മലൊന്നും ഇതിന്റെ കൂടെ എഴുതുന്നേ, പക്ഷെ മിനിമൽ ഈസ് ദ ന്യൂ ട്രെൻഡ് അല്ലേ? എന്നോട് തല വലിക്കുന്നേ ഇവരെല്ലാരെയും കാണുമ്പോ എന്തൊരു സുന്ദരി അല്ലേ ചേട്ടാ? ചേട്ടാ, ഭാവി വരനെ കുറിച്ച് നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ച് അങ്ങ് പോയി. എന്താണ് ഭാവി വരനെ കുറിച്ച്? എൻഗേജ്ഡ് ആണ്. എന്ത് ചെയ്യുന്നു പുള്ളി? എന്ത് ചെയ്യുന്നു? പുള്ളി അബുദാബിയിലാണ്. അവിടെ IT കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അഭിജിത്ത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അഭിജിത്ത് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തിരിച്ചു വരുന്നത്. കാരണം ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലായത് ഒരു കുറച്ച് നാൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ച് അഭിജിത്തുമായിട്ട് ഇപ്പോൾ എൻഗേജ്ഡ് ആയതിനു ശേഷമാണ് ഇപ്പോൾ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് വീട്ടുകാർക്ക് കൂടെ അധികം ഇടപെടാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഞാൻ അഖിലെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഒരു ഇതായി തോന്നിയ ഒരു കാര്യം, നമുക്കൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കൊതിച്ചു പോകുന്ന ഒരു സൗഹൃദം അഖിലയ്ക്കുണ്ട്. ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിറ്റിയാണ് കൂടെ വന്നിരിക്കുന്നത്. ഡിറ്റി സീനിയറായിട്ട് പഠിച്ചാണ് മെഡിക്കൽ കോളേജിൽ പഠിച്ചാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു താങ്ങായി തണലായി തുണയായി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു ചേച്ചി കൂടെ ഉണ്ട്. ഇന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കാണും ചിലപ്പോൾ സഹായിക്കാൻ വന്ന ആളാണെന്ന് തോന്നുന്നു. മുടിയൊക്കെ പിടിച്ച് ഒതുക്കുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഏസിൻ്റെ കൂടെ പോലെ മുടി പറന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഡിറ്റിയാണ് ഓരോന്നിങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ വലിയ പാടാണ് അല്ലേ? ഒരു ഡിറ്റി വരൂ, ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. എല്ലാവരും കാണണ്ടേ ഡിറ്റി? ഇത് ഡോക്ടർ ഡിറ്റി. ശരി, ആയുർവേദം തന്നെ. എവിടെയാണ് സ്ഥലം? എന്റെ വീട് പേയാടാണ്. അവിടെ തന്നെയാണ് ഹോസ്പിറ്റൽ. ഇവിടെ നമ്മുടെ അതെ, ട്രിവാൻഡ്രം. സ്വന്തം ഹോസ്പിറ്റലാണ് കേട്ടോ. എന്താ പേര്? ഫാമിലി ഹോസ്പിറ്റലാണ്, ഡിവൈൻ ആയുർവേദിക് ഹോസ്പിറ്റൽ. പപ്പയായിട്ട് തുടങ്ങിയതാണ്. പപ്പയും പപ്പയുടെ സഹോദരി രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സ് ആണ്. അവരുടെ ഇനിഷ്യേറ്റീവ്. ഏറ്റവും അതായത് ഇവര് അഖില തന്നെ പറയൂ, ഡിറ്റിയെ പറ്റി പറയൂ. അങ്ങനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പറയുന്ന എന്തോ ഒരു ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ ഓർമ്മയില്ല. എത്ര വർഷമായി അപ്പോ? ഞങ്ങൾ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്താണ് ഞാൻ ചേച്ചിയായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ ഒരു വെൽ വിഷർ എന്നുള്ളൊരു സ്ഥാനം, പിന്നെ ഒരു സിസ്റ്റർലി അഫെക്ഷൻ, അതിനെ എല്ലാം കൊണ്ടും നമ്മൾ നന്നാവണമെന്ന് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരില്ല. അങ്ങനെ വളരെ ചുരുക്കം പേര് കിട്ടാറുള്ള ഒരാൾക്ക് ലൈഫിൽ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരാളാണ്. അതുപോലെ തന്നെ ഒരു മെന്ററാണ്. ഇപ്പം ആള് സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു രീതിക്ക് കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയത്ത് ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഫ്രണ്ട് എന്നല്ല, എല്ലാം കൊണ്ടും ഒരു നല്ല സുഖം. അതെ അതെ. അഖില ഇവിടെ എങ്ങും നിൽക്കേണ്ട ഒരാളല്ല. ശരിക്കും ഒരുപാട് ഉയരങ്ങളിൽ എത്രയോ മുമ്പേ എത്തേണ്ട ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പഠനത്തിൻ്റെ പുറകെയും അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾക്ക് പുറകെ പോയി അങ്ങനെ കുറച്ചൊന്ന് ഡൗൺ ആയി. പഠനത്തിൻ്റെ പുറകെ പോയത് കൊണ്ട് ഡൗൺ ആയെന്നല്ല, ഇത് പാടെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലോട്ട് വന്നപ്പോൾ ഡൗൺ ആയി. അപ്പോൾ തിരിച്ച് വീണ്ടും നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നുള്ള ആഗ്രഹമാണ്. അതിന് ഇപ്പോൾ പറയും പോലെ അഭിജിത്ത്, ഞാൻ, ബാക്കി അഖിലയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് അഖിലയ്ക്ക് ഉണ്ടാവണം. ശരി അനീഷേട്ടാ, നമ്മളിപ്പം ഒന്ന് വാമപ്പായി, കുറെ പാട്ട് കേട്ടു, കുറെ വോയിസുകൾ കേട്ടു. അപ്പൊ നമുക്ക് എന്തായാലും അഖിലേക്ക് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഈ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ കഴിക്കുന്നതിലൊക്കെ? അങ്ങനെയൊന്നുമില്ലല്ലോ. എന്ത് കഴിക്കും? വെജ് നോൺ വെജ് എല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. കുക്ക് ചെയ്യോ? ഇല്ല, ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ചെയ്യാറില്ല. അടുപ്പ് കത്തിക്കുന്ന ശബ്ദം, മീൻ പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, കഷായം മാത്രം. അങ്ങനത്തെ കഷായം, ലേഹ്യം, നെയ്യ്, എണ്ണ സാധാരണ എല്ലാം. അല്ല, നമുക്ക് കഷായം ലേഹ്യമൊക്കെ അപ്പൊ കുറച്ച് ഹെൽത്തി പരമായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തന്നെ ഉണ്ടാക്കാം. ഡോക്ടർ എന്ത് വേണം? എനിക്കൊരു ആരോഗ്യദായകമായ ഒരു സ്മൂത്തി. എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് എളുപ്പപ്പണി. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മള്
സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3യുടെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരി അഖിലയാണ്. ഡോക്ടർ മിംക്രി എന്നറിയപ്പെടുന്ന അഖിലയാണ്, ഡോക്ടർ അഖില. അപ്പൊ നമ്മള് അഖില പറഞ്ഞ പോലെ സ്മൂത്തി ചെയ്താലോ ചോദിച്ചാൽ നമുക്ക് ഉറപ്പായി 4 ടീം റെഡി അല്ലേ? നല്ല ഹെൽത്തി സ്മൂത്തി തരുന്നത്. അപ്പോ അഖില ചോദിച്ചത് ഒരു സ്മൂത്തിയാണ്, നമ്മൾ 4 സ്മൂത്തി ഹാപ്പി ആയില്ലേ? ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. അപ്പൊ കണ്ടല്ലോ നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം ഇങ്ങോട്ട് ഓടി പോന്നിരിക്കുകയാണ്. മറ്റേ ചെറിയ പണിയുള്ളൂ, അറിയാലോ സ്മൂത്തി തരുമ്പോ പട്ടാപട്ടാപട്ട നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല, അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്മൂത്തി ഉണ്ടാക്കാം. ഞാൻ ഇത് പറയാം, ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ എന്നെ മനു കളിയാക്കി വിളിക്കുന്നത് തന്നെ സ്മൂത്തി എന്നാണ്. എന്നറിയാം, അത് ചീത്ത പോലെയൊക്കെ വിളിക്കുന്നത്. അല്ല, അവർക്ക് പിന്നെ ഒരു സ്മൂത്തി മതിയല്ലോ രാത്രി. ഞാനൊരു 8 മണിയാകുമ്പോൾ മിക്കപ്പോഴും വേറെ ഒരു ഫുഡ് കഴിക്കില്ല വൈകുന്നേരം. മിക്കപ്പോഴും ഞാൻ എന്നിട്ട് അതിനകത്ത് മോനും കൊടുക്കും കുറച്ച്. അവന് അവൻ പറയും എനിക്ക് വേണം കേട്ടോ എന്ന് പറയും. കാരണം അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ പിന്നെ നൈറ്റ്. അപ്പൊ ഞാൻ ഇത് മാത്രം, അവന് പിന്നെ എന്തെങ്കിലും മനുവിന് എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിക്കാനോ ഇതൊക്കെ ഇട്ട് രാത്രി കഴിക്കണം, പറ്റിയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ മിക്കപ്പോഴും കഴിക്കുന്ന ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇതാ കാഷ്യൂം ബദാം കൂടെ വെറുതെ ഒന്ന് ഇത് വെച്ചിട്ട് 2-3 കുറച്ച് കാഷ്യൂ ഇതും കൂടെ എൻ്റെ പുറത്തൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്രിക്കറാക്കി എടുക്കാം കേട്ടോ. വേണ്ട, പെട്ടെന്ന് ഇത് അരഞ്ഞു പോകും, അതാണ് കണ്ടോ. അത്ര മതി, അല്ലെങ്കിൽ വേണ്ട പിന്നെ ഒന്ന് കാഞ്ചി കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ബാക്കി നമ്മളിതാ എന്താണ് ഇത് എന്തൊക്കെയാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറയാം. നമ്മുടെ സ്കിംഡ് മിൽക്കിൽ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് കാഷ്യൂസ്, ബദാം, പിന്നെ വാൾനട്ട് അല്ല ഫിഗ്, പിന്നെ ഡേറ്റ്സ്, പിന്നെ ഞാൻ കുറച്ച് ചിയ സീഡ്സ് ഇട്ടിട്ടുണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് റോബസ്റ്റ പഴവും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ടിന്റെ സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിത് നമ്മുടെ ഇതിലേക്ക് കഴിക്കുകയാണേ. വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സത്യം പറഞ്ഞാൽ ഒന്നും ആഡ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല? ഇല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് മറ്റേ ഹണിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ, പക്ഷേ ഹണി ഒന്നും ആഡ് ചെയ്യാതെ ഇത്തിരി റോബസ്റ്റ പഴം, ഒരു 2 റോബസ്റ്റ പഴം ഇടും. ഇപ്പോൾ 2 പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ. റോബസ്റ്റ ആകുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഷുഗറിന്റെ കണ്ടന്റ് ഏറ്റവും കുറവുള്ള പഴമാണ് റോബസ്റ്റ. ഷുഗർ പേഷ്യൻസിന് ഏറ്റവും നല്ലത് പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഷുഗർ കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മതി. അപ്പോൾ നമ്മുടെ സ്മൂത്തി അരഞ്ഞു വന്നു. അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഞാൻ വീട്ടിൽ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഇതൊന്നും ആഡ് ചെയ്യാതെ റോബസ്റ്റ് പഴവും സ്കിംഡ് മിൽക്കും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്മൂത്തിയാണ് ഞാൻ സ്ഥിരം ഉപയോഗിച്ചെടുക്കുന്ന സാധനമാണ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, എൻ്റെ സ്പെഷ്യൽ സ്മൂത്തിയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ റെഡി സെറ്റ്. ഓക്കെ, അവിടെ എങ്ങനെയുണ്ട്. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni, KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. ഹലോ നമസ്കാരം. ലോകമെമ്പാടുമുള്ള കൈരളി പ്രേക്ഷകർക്ക് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തി റൗണ്ടാണ്. അപ്പോൾ സ്മൂത്തി എന്ന് പറയുമ്പം ഇപ്പോൾ എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ കൈ കിട്ടുന്ന സാധനങ്ങൾ ചീഞ്ഞ പഴം, പഴുത്ത പഴം, അങ്ങനെ ഉള്ളതും ഇല്ലാത്ത എല്ലാം കൂടെ പാലിലിട്ട് 2 അടി അടിച്ചിട്ട് കുറച്ച് ഓട്സിൻ്റെ പൊടിയും ഇട്ടിട്ട് പിന്നെ ചിയാ സീഡ്സും കൂടെ മിക്സ് ചെയ്ത് എന്തെല്ലാമോ കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പോൾ ടേസ്റ്റ് നമുക്ക് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മൂത്തി എന്ന് പറയുമ്പം അതൊരു
കുഴഞ്ഞ പരുവായിരിക്കണം, അത് സ്മൂത്ത് ആയിരിക്കണം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഉള്ള വളരെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്മൂത്തി എന്നെല്ലാം എല്ലാവർക്കും കിട്ടാവുന്ന സാധാരണ ഒരു ആപ്പിളും കുറച്ച് വളരെ almonds ഉം എളുപ്പത്തിൽ വെച്ചിട്ടുള്ള. തയ്യാറാക്കാൻ പറ്റുന്ന സ്മൂത്തി എന്തൊക്കെയാണെന്ന് പറഞ്ഞൂടെ? അപ്പോൾ ആപ്പിൾ ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്, അതിൻ്റെ കൂടെ ശ്രീലങ്കൻ സിനമൺ പൗഡർ ഉണ്ട്, കുറച്ച് ഹണി. ഇത്രയും ആയി കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്തി റെഡിയാവും. അപ്പോൾ അതിന് തണുത്ത വെള്ളം വേണം. തണുത്ത വെള്ളം നമ്മൾ സ്മൂത്തിയിൽ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഫ്രോത്ത് കിട്ടുക. എല്ലാം എന്നുണ്ടെങ്കിൽ സ്മൂത്തി അല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. അപ്പോൾ ആൽമണ്ട്സും ആപ്പിളും ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഒരു ഗ്ലാസ് സ്മൂത്തിക്ക്, ഒരു സെർവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് പ്രോട്ടീൻ, നല്ല ടേസ്റ്റാണ്, കുറച്ച് മധുരവും അതിനകത്ത് തന്നെ ഉണ്ട്. സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ ഈ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു ബട്ടറി ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അതാണ് ഈ സ്മൂത്തിയിലെ തിക്നെസ് കൊണ്ടുവരുന്നത്. അപ്പോൾ പീനട്ട് ബട്ടർ ഇട്ടു, നമ്മൾ തേൻ ഒഴിക്കുകയാണ്. ഓക്കെ, സിനമൺ പൊതുവേ ഇപ്പോൾ US-ലുള്ള സ്വീറ്റ്സിൽ കൂടുതലും കറുവപ്പട്ട യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ആപ്പിളും സിനമണും അതിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പൈ കഴിക്കണം. ആപ്പിൾ പൈയിൽ സിനമൺ കൂട്ടിയിട്ടിട്ടാണ് ഇരിക്കുക. അപ്പം മധുരവും സിനമണും ആപ്പിളും കോമ്പിനേഷൻ അത് ലോകത്ത് ഉള്ളൊരു ടേസ്റ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് സിനമൺ ഈ ഒരു സ്മൂത്തിയിൽ ഒരു സ്പെഷ്യൽ അഡിറ്റീവ് ആവുന്നത്. അപ്പോൾ ഏറ്റവും നല്ല സിനമൺ കിട്ടുന്നത് ശ്രീലങ്കയിൽ തന്നെയാണ്. അത് അവിടെ ചെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടുത്തെ ആ സിനമണിൻ്റെ ഫ്ലേവർ, ആ സ്മെൽ, ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിപ്പോൾ ഈ സിനമൺ പൗഡർ നമ്മളിവിടെയുള്ള ആൾക്കാർക്ക് അധികം ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ ചെറുതായിട്ട് നമ്മൾ ആ ഒരു ഫ്ലേവറിന് മാത്രം ആഡ് ചെയ്യും. അപ്പോൾ ബ്ലെൻഡർ നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. സ്മൂത്തി ആയാ? അത് അടിഞ്ഞില്ലല്ലോ. അടിഞ്ഞില്ല. അപ്പം നല്ല സ്വാദിഷ്ടമായ സ്മൂത്തി റെഡി ആയിരിക്കുകയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻജോയ് ആൻഡ് സ്റ്റേ ഹെൽത്തി. നമസ്കാരം ഗായ്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫുഡ് സ്മൂത്തി. അതെ, യെസ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും എല്ലാവർക്കും എന്താ പറയുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള സിമ്പിൾ ഡിഷാണ്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ സമയം മതി. ഞങ്ങൾ ഇപ്പം നമ്മളുടെ ഫുഡ് എന്നുള്ളതല്ല, ഇപ്പോൾ കാണുന്ന ആർക്കാണെങ്കിൽ കൂടി പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും ഏറ്റവും കൂടുതൽ എന്താ പറയുക കുറവ് കലോറിയും ഹൈ ആയിട്ടുള്ള നമ്മൾ വയറൊക്കെ ഫില്ലാക്കി ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിച്ച്. അതെ, തപ്പൊന്നും ഞാൻ ബാക്കി നീ പറയും. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന സ്മൂത്തി എന്ന് പറയുന്നത്. ഇതിന് ഇത് നിർബന്ധമൊന്നുമില്ല അല്ലേ, ഉള്ളത് നമുക്ക് എന്താണെങ്കിലും വെച്ച് സ്മൂത്തി ഉണ്ടാക്കാം. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട വസ്തു എന്നുള്ളത് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ടൈം കുറവുള്ളവർക്കൊക്കെ കാലത്ത് ഉണ്ടാക്കി പോകാൻ പറ്റുന്ന ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു എന്താ പറയുക പാത്രത്തിൽ ക്യാരി ചെയ്തിട്ട് പോണ വഴിക്ക് നമുക്ക് കുടിച്ചോണ്ട് പോകാം. ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കി രാത്രി ഉപയോഗിക്കാം, രാത്രി ഉണ്ടാക്കി രാവിലെ ഉപയോഗിക്കാം. അങ്ങനെയൊന്നുമില്ല, ഉണ്ട് രാത്രി ചെയ്യാം. യെസ്, നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ സ്മൂത്തിയിലോട്ട് കിടക്കാം. ഓക്കെ, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്മൂത്തിയുടെ പേര് മാംഗോ ഓട്സ് സ്മൂത്തി. യെസ്. ഓക്കെ, ഞങ്ങളിത് ഓൾറെഡി നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കളഞ്ഞിട്ട് ആണ് ഇത് ഉപയോഗിക്കുക നമ്മൾ.
കാഷ്യൂ Cashew ഇട്ടു. ഇനി നമുക്ക് ഈന്തപ്പഴം ഇടാം. ഇട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കാഷ്നട്ട് ഇടാം. കുക്കിങ്ങിൽ പണ്ട് അമ്മയൊക്കെ കുക്കിങ്ങിന് സഹായിക്കുന്ന സമയത്ത്, ഞാൻ സഹായിക്കുന്ന സമയത്ത് അമ്മ പറയും നീ പോയി അകത്തിരുന്ന് വെറുതെ പണിയാക്കല്ലേ എന്ന് പറയും. ആക്കരുതെന്ന് പറയും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈഡിൽ നിന്ന് കഴിക്കാനും പറ്റും. ബാക്കി വരുന്നതൊക്കെ ബാക്കി വരാറില്ല വീട്ടിൽ. പക്ഷെ ഇപ്പം ഇവിടെ ആകുമ്പോഴത്തേക്കും ഇത്രയൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പം മാങ്ങയ്ക്ക് ഞാൻ ബാക്കി കഴിക്കും. പഴം ഇടണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇടാം. എത്ര പഴം ഇടുന്നേ? ഒരെണ്ണം ഒന്ന് മതി അല്ലേ? ടേസ്റ്റിന് വേണ്ടി ഇടണം ചുമ്മാ. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് സീഡ് ബ്ലാക്സ് അല്ല ഫ്ലാക്സ്. എന്താ പറയുക? ബ്ലാക്ക് ഇത് ഫ്ലാക്സ്. ഇത് ഫ്ലാക്സ് ആണോ? ഫ്ലാക്സ് FLAX. എത്ര വേണം? ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഒരു പൊടിക്കും കൂടി ഇട്ടാണെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമല്ല, ഇതിനെ കൊണ്ട് ന്യൂട്രിയൻസ് ഉണ്ട്. ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ ഹണി. ഹണി എനിക്ക് ലാസ്റ്റ് ഇടാം. ആണോ? ഒരു സിനമൻ, ഇതൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഗ്രീക്ക് യോഗട്ട് ഒരു നിർബന്ധവും ഇല്ല, ചുമ്മാ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. യെസ്. മധുരത്തിന് വേണ്ടിയിട്ടാണ് ഹണി. പിന്നെ ഹണി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഈത്തപ്പഴം കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി എന്ന് ആര് പറഞ്ഞു? എന്ന വീഡിയോയിലെ യൂട്യൂബർ പറയുന്നു. സ്മൂത്തി അടിക്കുക. ശ്രദ്ധിക്കുക, സ്മൂത്തി അടിക്കാൻ സമയത്ത് മിണ്ടരുത്. ഗൈസ്, അപ്പം ഞങ്ങൾ ഉണ്ടാക്കി ഫൈനലായി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓൾ ഗുഡ്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തെ ലെവല്. അപ്പം ഗൈസ്, ഞങ്ങളത് സെർവ് ചെയ്യാൻ പോണത് പപ്പായയിലാണ്. നമ്മളുടെ സ്മൂത്തി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. കാണാം. നന്നായിട്ട് ഭംഗിയായിട്ട് വിഷ്ണു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രം ഫ്രം മൈ ഹോം. അതെടുത്ത് പറയണം, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം ഇത്. ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നല്ലൊരു നമസ്കാരം. ഇന്നത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റാണ് നമുക്ക് ഈ റൗണ്ട് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടറും കൂടെയാണ്, അതുപോലെ ഒരു ആർട്ടിസ്റ്റാണ്. സോ നമ്മുടെ ഗസ്റ്റ് നമുക്ക് തന്ന റൗണ്ട് എന്ന് പറയുന്നത് ആരോഗ്യദായകമായിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. വീട്ടിലാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്കൊരു അസുഖം, ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് നമ്മുടെ ഇന്ന് സ്മൂത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കരിക്ക്. നമ്മൾ ഏത് ഡോക്ടേഴ്സിന്റെ അടുത്തായാലും ഒരു ഛർദിലോ വയറിളക്കമോ അല്ലെങ്കിൽ നമുക്കൊരു പനിയോ ഒക്കെ വന്ന് നമ്മൾ പോകുമ്പോൾ പോലും പറയും ക്ഷീണം പറയും ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഡെയിലി ഓരോ കരിക്കും വെള്ളം അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കുടിക്കുന്നു പറയും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് നാച്ചുറലി അടങ്ങിയിരിക്കുന്ന 2 സാധനങ്ങളേ ഉള്ളൂ ഫ്രൂട്ടിൽ. ഒന്ന് പഴം, രണ്ടാമത് കരിക്കാണ്. മെഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം ആന്റി ഓക്സിഡൻസ്, മിനറൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യമാണ് നമ്മുടെ കിഡ്നിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനം. അതുപോലെ മെഗ്നീഷ്യം, സോഡിയം ഇതെല്ലാം നമ്മുടെ സംഭവത്തിൽ ഉണ്ട്. അതിന്റെ ഒരു സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഡേറ്റ്സും പീനട്ടും ബദാമും കാഷ്യൂവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ. ഈ സാധാരണ വീട്ടിലൊക്കെ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്ക ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ബദാം ഇതൊക്കെ പൊടിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. അതുപോലെ ഇവിടെ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാരണം ഇത് ഒരു പൗഡർ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ ഗാർണിഷിംഗ് കുറച്ചിരിക്കണം. എൻ്റെ ഒരു ഗാർണിഷിംഗ് മെത്തേഡൊക്കെ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ബദാം ഇട്ടു. ഓക്കെ. പക്ഷെ ഞാൻ പഞ്ചസാര ഇടാതെ പൊടിക്കുന്നത്. എങ്ങനെ പൊടിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനെ വീട്ടിലാണെങ്കിൽ കുറച്ച് തണുത്ത പാലിൽ കുറച്ചു നേരം കുതിർത്ത് വെക്കും ഞാൻ. അതിനുശേഷമാണ് ഞാൻ അടിക്കുന്നത്. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഈ ഡേറ്റ്സ് ചേച്ചി എന്തിനാണ് ഈ ഐസ് ക്യൂബ്സിൽ സോക്ക് ചെയ്ത് വെച്ചത്? അത് കുറച്ച് സോഫ്റ്റ് ആവും അല്ലേ? പിന്നെ നമുക്ക് പൊടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. മതിയാവും തോന്നുന്നു. മതി. ഇനി ഇത് പൊടിച്ചെടുക്കാൻ കുറച്ച് ഓക്കെ ഒരു സ്പൂൺ നമുക്ക് പിന്നെ വേണമെങ്കിൽ
ഓക്കെ. ഡയറി മിൽക്ക് അതിപ്പോൾ വേണ്ട. അതിപ്പോൾ വേണ്ട. പക്ഷെ എന്തായാലും പൊടിഞ്ഞു. ഓക്കെ, പൊടിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പാലും കരിക്കും വെള്ളവും ഇനി അതെല്ലാം കൂടെ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ബ്ലെൻഡ് ആവൂല്ലേ? അപ്പൊ നമ്മുടെ പാല് ഇവിടെ ഐസായി കിട്ടിയിട്ടുണ്ട്. ചിൽഡ് ആയിട്ടുള്ള പാല്, തണുപ്പാണ്. അവനെ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് മതിയാകുമ്പോൾ പറയണം. പകുതി ഇട്ട് മതിയാ? മതി. ഇനി നമുക്ക് കരിക്കും കൂടി ഇടാം. ഇത് കട്ട് ചെയ്തിടണോ? വേണ്ട. കരിക്കും വെള്ളം ഇനി അടിക്ക്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമും പീനട്ടും ഡേറ്റ്സും അതുകൊണ്ട് ഇടാം. എന്നിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ല ആരോഗ്യദായകമായ കരിക്കിൻ സ്മൂത്തി. ഏത് പ്രായത്തിലും ഏത് അസുഖമുള്ളവർക്കും പൊട്ടാസ്യം, സോഡിയം, മെഗ്നീഷ്യം, ഇലക്ട്രോലൈറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള മിനറൽസ്, ആന്റി ഓക്സിഡൻസ്. ഇത് എത്രയുണ്ട്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗുമ്മനായിരിക്കും. അതെ, ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ട്. സോ വളരെ ആരോഗ്യദായകമായിട്ടുള്ള നമ്മുടെ കരിക്കിൻ സ്മൂത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. റെഡി ടു ഈറ്റ്, അല്ല സോറി, റെഡി ടു ഡ്രിങ്ക് ആണ്. സോ വളരെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഷുഗറൊന്നും അധികം ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ എക്സ്ട്രാ വേറെ ഹോർലിക്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് നമ്മൾ കാഷ്യൂ, ബദാം, അതുപോലെ പീനട്ട്സ്, കരിക്കിൻ വെള്ളം, കരിക്കിൻ്റെ ഫ്ലഷ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചേർത്ത് വളരെ ഹെൽത്ത് വൈസ് നല്ലൊരു ഹെൽത്തി സ്മൂത്തി. ഏത് പ്രായത്തിലുള്ളവർക്കും എന്ത് അസുഖമുള്ളവർക്കും ഇത് കുടിക്കാം ധൈര്യമായിട്ട്. ഏതൊക്കെ അസുഖം എന്ന് പറയണോ? അത് വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കമന്റ് ഇടണം. ഓക്കെ, താങ്ക് യു. കമന്റ് ചെയ്യണം, വോട്ടും ചെയ്യണം. ഓക്കെ, റെഡി ഗൈസ്. ബൈ. താങ്ക് യു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritavedi, KSFE, Bima Jewelers and Pankaja Kasturi Ortho Herb. Yeah. സ്മൂത്തി ദാ ഒരു സ്മൂത്തി അല്ലേ ഒന്ന് ചോദിച്ചപ്പോ 4 എണ്ണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ കണ്ടപ്പോ ആദ്യം കഴിക്കാൻ തോന്നണേ സ്മൂത്തിയാ? പ്രസന്റേഷൻ വൈസ് ചെയ്ത് മാംഗോ ഓട്സ് സ്മൂത്തി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മള് ഇത് കാഴ്ചയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിശദമായി സംസാരിക്കാനായിട്ട് നമുക്ക് ഷെഫിനെ വിളിക്കാം. നമുക്ക് ഓക്കെ, ഷെഫ് നിബു ദി ആൽക്കെമിസ്റ്റ്. ഒരിക്കൽ കൂടി അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്കൊരു ഫ്രണ്ട് കൂടി വന്നിട്ടുണ്ട്, ഡോക്ടർ അഖില. അഖിലയുടെ പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടു. ഇന്നത്തെ റൗണ്ട് സ്മൂത്തി ആയിരുന്നു. നമ്മുടെ കൂട്ടുകാരൊക്കെ സ്മൂത്തി ഉണ്ടാക്കിയത് ഇന്ന് ഷെഫിന്റെ മുമ്പിൽ 4 പേര് സെർവ് ചെയ്ത് വെച്ചേക്കാണ്. നോർമലി നമ്മൾ 1 by 1 ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ 4 എണ്ണം ഇരിപ്പുണ്ട്. ഓരോന്നായിട്ട് കഴിച്ചു നോക്കാം. ആപ്പിൾ ഷേക്ക്. മാംഗോ ഓട്സ് സ്മൂത്തി. ഇനി നമുക്ക് കരിക്കും കൂടിയാണുള്ളത്.
അല്ല, ഇതിൽ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. ഏറ്റവും നന്നായി വന്നത് ഏതാണ്? അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് സ്മൂത്തി ടെക്സ്ചർ ചെയ്താ ടെക്സ്ചർ കരിക്കിന്റെയാണ്. ഏറ്റവും ബെസ്റ്റ് കരിക്കിന്റെയാണ്. രണ്ടാമത് ഇത് ഓക്കെ ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ അറിയാം. അപ്പോ എങ്ങനെ ഇനിയിപ്പോ ഞാനെന്ത് പറയാനല്ലേ? നാലും അടിപൊളിയാണ്. നാലും അടിപൊളി എനിക്ക് ഇഷ്ടം. അതാണ് വേണ്ട, 4 അടിപൊളിയായിരുന്നു. അപ്പോ 4 സ്മൂത്തികളാണ് നമ്മളിവിടെ ചെയ്തു വെച്ചത്. അപ്പൊ അതിൽ ഏറ്റവും നന്നായി പറഞ്ഞിരിക്കുന്നത് യമുനച്ചിയും ദീപനും കൂടി ചെയ്ത കരിക്കിൻ സ്മൂത്തിയാണ്. രണ്ടാമത് ബീന ചേച്ചിയും നവീനോട് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തിയാണ്. 4 സ്മൂത്തീസും ഒരു ടേസ്റ്റ് ചെയ്ത് അതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ സമ്മാനം കൊടുക്കേണ്ട സമയം ഉറപ്പായിട്ട് കൊടുക്കണം. അപ്പോൾ യമുനച്ചിയും ദീപനും സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് പ്ലീസ്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം സമയം കാത്തു നിൽക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഡോക്ടർ അഖില നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് അഖിലയുടെ ഒരു പെർഫോമൻസ് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അഖില നമ്മൾ എന്താ വേണ്ടത്? എനിക്ക് എല്ലാരും ആണ് വേണ്ടത്. എല്ലാരും ചേർന്നിട്ടൊരു നാടൻ പാട്ട് പാടിയാൽ ഞാൻ തൃശ്ശൂരിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ തൃശ്ശൂരിന്റെ പൂരമാണ്. അപ്പോ ആ പാട്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എല്ലാവർക്കും അറിയാം. കാന്താ ഞാനും വരാ തൃശ്ശൂര് പൂരം കാണാ, കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ, കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. അപ്പോ ഇന്ന് ഞങ്ങൾ യാത്ര പറയുന്നു. അടുത്ത ദിവസം തൃശ്ശൂർ പൂരത്തിന് കാണാം. അപ്പോ ഇന്ന് യാത്ര പറഞ്ഞു പോകാൻ അടുത്ത ദിവസം ഇതിലും മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്. Crockery partner Minolta, easy and healthy cooking. Anish Revis costume sponsored by Swayamvara Silks. കേരളത്തിലുടനീളം